KSRTC ഇതിലെ പോകുന്നതെന്ന് അറിയില്ലല്ലോ. റോഡിൻ്റെ പണി. മിക്കവാറും ആ വണ്ടി ഇതിലേ കയറി പോയിരിക്കും, പരപ്പനങ്ങാടി വഴി KSRTC. മലയ്ക്ക് പോയിട്ട് വരണ മലയ്ക്ക് പോകണോ? മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത്, പോയിട്ട് വരുന്നത്. ഈ പിള്ളേരുടെ കാലൊന്നും കൊണ്ടുവരാ പോകുന്നതാണെന്ന് അറിയില്ല. അത് കുറച്ച് ആദ്യത്തെ കുറച്ച് നടക്കുമ്പോൾ ഉണ്ടോ, അത് പിന്നെ കുറേ നടന്നു കഴിയുമ്പോൾ ശരിയാവില്ലേ? ഉണ്ടോ? പിന്നെ നീ കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ ആ ചൂട് കാലൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടന്ന കുഴപ്പമുണ്ടാവും. ആ KSRTC എന്തൊരു പോക്ക് പോയി അങ്ങനെ കാണുന്നും കൂടി ഇല്ലല്ലേ. ചാട്ടം ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു. നമുക്ക് ഒരേ പോക്ക് പോയിരുന്നു, എവിടെയും തിരികെ മറിയുന്നു, ഒറ്റ റോഡ്. ആ എവിടെ നോക്കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മളിവിടെ ചെന്നിട്ട് കോട്ടക്കലയും തിരിഞ്ഞ് പോകണം. കോട്ടക്കലൊക്കെ എന്തോരം പോകണം. തടിവണ്ടി പോകുന്നുണ്ടോ? റോഡ് പണിയാണ് മകനെ, റോഡ് പണി. നീ ഇറങ്ങിക്കോ, വണ്ടിക്കാർ വന്നു, അവർ വന്നോളൂ. നമ്മൾ ഇത് കാണുന്നില്ല ഗ്ലാസ്. രണ്ട് തടി വണ്ടിയാണ് പോകുന്നത്. പെരുമ്പാവൂർ അറിയില്ല, അങ്ങോട്ടാണ് അറിയില്ല. പെരുമ്പാവൂരായിരിക്കും മിക്കവാറും. ഒരു 80% പോയി കഴിഞ്ഞാൽ 80% പെരുമ്പാവൂർക്കായിരിക്കും തടി വണ്ടികൾ പോകും. ഓരോ ഇതുണ്ടല്ലോ, കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. മൂന്നാർ റോഡിലേക്ക് തിരിഞ്ഞ് പോകുന്ന കണ്ടിട്ടുണ്ട് വണ്ടിക്കാർ. ഇതുണ്ട്, ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടുന്ന് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ പരപ്പനങ്ങാടി വഴിക്ക് പോവുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ റോഡിൽ തന്നെ വന്ന് കയറും. പിന്നെയും നമ്മൾ കുറേ ഈ വഴി കൂടെ ഓടിയിട്ട് പിന്നെയും വന്ന് ഈ വഴിക്ക് തന്നെ വന്ന് കയറും. എങ്ങനെ? പരപ്പനങ്ങാടി വഴി പോയാലോ? അല്ല, ഇതിപ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് നമ്മൾ കയറ്റി വിടും. ഇത് വയനാട് പള്ളിക്കുന്ന് വണ്ടിയാണല്ലോ. ഇങ്ങോട്ട് പോകാനാ? ആ, വലത്തോട്ട് തിരിയും. ഞങ്ങളെപ്പോലെ ജോലി ചെയ്തുകൊണ്ട് വരുമാനം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ കണ്ണും കാഴ്ചയും ഇല്ലാത്ത എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇത് വേസ്റ്റ് മരങ്ങളൊക്കെ ആയിരിക്കും. ഈ റോഡ് പോയുള്ള ഗുണം എന്താണെന്നറിയോ? കയറ്റമില്ല. ഈ റോഡാ? ആ, ഒരു ചെറിയൊരു കയറ്റമുള്ളൂ, പിന്നെ കയറ്റമില്ല. മാത്രം അതിലേക്ക് പോയി
ഇതിപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ പരപ്പനങ്ങാടിക്ക്. അത് വീണ്ടും അങ്ങോട്ട് ചെന്നതാണ്. പരപ്പനങ്ങാടി കൂടെ നമ്മൾ ഏതിലെ പോയാലും തിരിച്ച് ഹൈവേ തന്നെ വരും. ഇതൊക്കെ ഈ വണ്ടിയൊക്കെ ഇതിലാണ് ഇതിലെ പോകുന്നത്. ചമ്മറോട്ടം പാലത്തിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാം. ജസ്റ്റ് മിസ്സാ, തടി തട്ടാതെ, ആ മുകളിലും കമ്പേ തട്ടാതെ ജസ്റ്റ് മിസ്സാണ്. ഇത് 25 ടൺ ലോഡ് കയറുന്ന വണ്ടി, അതൊരു 40 ടണ്ണെങ്കിലും ഉണ്ടാവും അതിനകത്ത്, ഏറ്റവും കുറവ്. ഏത്? അല്ലല്ല, നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് അല്ലെന്ന്. അതെ 10 വീല, അപ്പോൾ 20 ടണ്ണ് പാസിങ്ങുള്ള വണ്ടിയാണ് അത്. അതിനകത്ത് ഒരു 30 ടൺ എന്തായാലും ഉണ്ടാവും. 30 അല്ലെങ്കിൽ 40 ടൺ എന്തായാലും ഉണ്ടാവും. അവിടെ മരമല്ലേ, ഇവർക്ക് ടണ്ണിനാണല്ലോ പൈസ, അല്ലാതെ ഫിക്സഡ് കൂലി അല്ലല്ലോ. ഒരു ടണ്ണിന് ഇത്ര രൂപ എന്നാ, 1800 1600 ഒക്കെ ആയിരിക്കും ഒരു ടണ്ണ്. അതിവിടെ ചവിട്ടി വെക്കുന്നതറിയോ? അത് വലിഞ്ഞ് കയറിയില്ലെങ്കിൽ അതുകൊണ്ട് അവനിവിടെ ചവിട്ടി വെക്കുന്നത്. അത് നിന്നു ഉണ്ടോ? അതുകൊണ്ടാണ് മറ്റേ വണ്ടി അവിടെ നിർത്തിയത്. അതാ വരുന്ന വരവിൽ തന്നെ കയറിപ്പോയില്ലെങ്കിൽ വലിഞ്ഞ് കയറൂല. കയറി വേഗം കയറി, വേഗം കയറി, വേഗം കയറി. ഇനി കയറ്റമുള്ളൂ, ഇനി കയറ്റമില്ല. ആ, അതുകൊണ്ടാണ് മറ്റേ വണ്ടിക്കാരനോട് ചവിട്ടി വെച്ചത്. ഗിയറിലിട്ട് വലിഞ്ഞ് കയറിങ്ങ് പോരാൻ വേണ്ടി. ആ വരുന്ന സ്പീഡിൽ തന്നെ കയറിങ്ങ് പോകുന്ന കയറിങ്ങ് പോകും. വലിമുട്ടി അവിടെ ഇതൊക്കെ ലേലാനൊക്കെ നിർത്തുന്ന കയറിയതുണ്ടോ? അതുപോലെ ഞാൻ കയറിങ്ങ് പോയിക്കോളൂ. കയറിയതാണോ? ആ കുപ്പി അറിഞ്ഞ കൊച്ചെടുത്തിന് ഇങ്ങോട്ട് കണ്ടില്ല? അത് ഐഡിയ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തില്ലേ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോകുന്നുണ്ടോ? പരീക്ഷ ആയതുകൊണ്ടായിരിക്കും പിള്ളേരൊക്കെ നേരത്തെ ഇറങ്ങുന്നത് അല്ലേ? വരുമ്പോൾ തന്നെ ആൾക്കാർ സാധനം പറിക്കും, അവർക്ക് വേണ്ട സാധനം പറിക്കെടുക്കണം. അവിടെ ഒരു പച്ചക്കറി കട തുറന്നിറങ്ങി അടിപൊളിയായിരുന്നു അല്ലേ? അല്ലേ? അതെന്താ വണ്ടീന്ന് എടുത്തോളാണ് അത് വരുന്നത് അപ്പം തന്നെ എടുക്കുക, ആവശ്യമില്ല. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ സാധനം കിട്ടൂല. അതുകൊണ്ട് ഇത് ഏതാ പുഴ എന്നറിയില്ലല്ലോ. നല്ലൊരു പുഴയായിരുന്നു. തിരൂരങ്ങാടി, തിരൂരങ്ങാടി നഗരസഭ. ഇത് കുളപ്പുറം, ചെമ്മനാട്.
ഇവിടെയൊക്കെ പച്ചക്കറി ഇട്ടല്ലോ, പിന്നെ ആൾക്കാർ അവിടെ അടിപൊളി എനിക്ക് ആ വണ്ടി അവിടെ എന്തെങ്കിലും ആയതാണോ? ഒന്നും ആയതൊന്നുമല്ല. അതല്ല ഇവിടെ മൊത്തം പച്ചക്കറി ആണോ? അതൊരു വില കുറവുണ്ടാവുമായിരിക്കും. GT കിടക്കുന്നുണ്ടോ? എനിക്ക് ആ റിംഗ് ടോൺ ഒന്ന് അയച്ചു തന്നെ. നിന്റെ റിംഗ് ടോണും രണ്ട് ഫോണും റിംഗ് ടോണും ഒറ്റ ഇതാ. എങ്ങനെ അടിക്കുമ്പോൾ ഒരേ ലെവലിൽ വരുള്ളൂ. അങ്ങനെ ഫോൺ വരുമ്പോൾ ആദ്യം ടെന്ന് കേട്ടിട്ടാ വലിയ വരുള്ളൂ. സാറില്ല ഐഫോണിൻ്റെ അല്ലേ? ആ എൻ്റെ അടുത്തുണ്ടല്ലോ അത്. റിംഗ് ടോൺ നിൻ്റെ അടുത്ത് സേവ് ആക്കിയിരിക്കുന്നല്ലേ? എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് പോയി രണ്ട്. കമ്പനി ആയിട്ട് കമ്പനി ഒറിജിനൽ കമ്പനീൻ്റെ ഇതാണ്. മൂന്നെണ്ണോട്ടായതോ എൻ്റെ അടുത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ ഉള്ള ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ ഓർഡർ 10,000 പൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നിൽക്കണം അല്ലേ? ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് കയറിപ്പോ. പരപ്പനങ്ങാടിക്ക് അങ്ങോട്ടാ. അങ്ങോട്ട് ഇരിക്കണ്ടേ? തിരൂര് വഴി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പോകാതള്ളം നോക്കി. ടാറ്റയാണ് വണ്ടി. സെക്കൻഡിന് ഇട്ടിട്ട് വലിപ്പിക്കുന്നതിനാണ്. ടാറ്റയാണ്. തിരൂരങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റല്. തിരൂരങ്ങാടിയുണ്ട്, തിരൂര് രണ്ടാ. തിരൂരിന് അറിയില്ല, തിരൂര് അങ്ങാടി ഏതായിരിക്കും. ആ ലോറി ഇല്ലേ വന്നെ? അവരങ്ങോട്ട് വലത്തോട് പോകും. എൻ്റെ പഴയ വഴിക്ക് വന്ന് ഇതിൽ വന്ന് കയറുമോ? നേരെ താഴേക്കാണോ? നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നത്. ആ വഴിക്ക് തന്നെ പോയി കയറും. നന്ദി വേണോ? ആ വഴിക്ക് തന്നെ അവിടെ പോയി കയറുന്നത് നമ്മൾ. എന്നിട്ട് പിന്നെ ആ റോഡിന് അങ്ങോട്ട് പോകും. വലത്തോട് തിരിഞ്ഞ് പോയാൽ മതി. അതിൽ നേരെ അങ്ങോട്ട് പോയാൽ സ്കൂള് വിട്ടിട്ട് പിള്ളേർ വരുന്നത്. തിരക്ക് കുറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത്ര ദൂരം കൂടുതലായിരിക്കും. ആറേ കാലം കാണിക്കുന്നത് അവിടെ എത്തുമ്പോഴോ? ഒന്നുമില്ല, ഒരു 7 മണി 7:30 അവിടെ. എത്ര ഫോഴ്സിൻ്റെ വണ്ടികളാണ് പോയതല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ അതാണെന്ന് തോന്നുന്നു കേട്ടോ. സ്കൂൾ പിള്ളേരെ കൊണ്ടാണ് വണ്ടിയാണ്. സ്കൂൾ വണ്ടിയുണ്ടോ? അതാ വരുന്നത്. ഫോഴ്സിൻ്റെ ഇങ്ങനത്തെ വണ്ടിയുണ്ട്, മറ്റേ വണ്ടിയില്ല. നമ്മുടെ പിക്കപ്പ് വണ്ടിയില്ലേ, ആ സാധനമില്ല. ഇങ്ങനത്തെ വണ്ടികൾ കിട്ടും. ഇതിൽ സീറ്റ് കൂടുതലുണ്ടാ. മറ്റേ വണ്ടിയിലൊക്കെ സീറ്റ് കൂടുതലുണ്ട്. 16 പേർക്ക് ഇരിക്കാം. ഇതൊക്കെ പ്രൈവറ്റ് ആൾക്കാരുടെ വണ്ടിയായിരിക്കും. എന്നിട്ട് അവരത് സ്കൂളിന് വേണ്ടി ഓടുന്നത്.
ഓറഞ്ച് വേണം. നല്ല അടിപൊളി ഒരു തോട് കാണുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് വീഡിയോ കട്ട് ചെയ്യണ്ടല്ലോ. കട്ട് ചെയ്തിട്ട് 30 സെക്കൻഡ് ആക്കും. അങ്ങനെ ഇട്ടിട്ട് കാര്യം. അങ്ങനെ ഇട്ടിട്ട് കാര്യം. പാടത്ത് വെള്ളം കയറിയിരുന്നു. വയലാണ്. പാലടപ്രഥമ അവധിയാണല്ലോ. കഴിഞ്ഞു. തിരുവരങ്ങാടി നഗരസഭയുടെ ഇത് കഴിഞ്ഞു. പാലത്തോടു കൂടി അത് കഴിഞ്ഞു. സൂപ്പർ പാടങ്ങളില്ലേ കാണാന്. തന്നെയാണ്. വെള്ളം കയറി നിൽക്കുക. കയറ്റിയതാണോ കയറിയിരിക്കുന്നതാണോ അറിയില്ല. ഇവിടെ നല്ല പുഴ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. നമ്മൾ താനൂർ വഴിയാണ് പോകുന്നത്. ഇവിടെ പോയി താനൂർ കയറും. മറ്റേത് പരപ്പനങ്ങാടി ചെന്നിട്ട് അങ്ങനെ കയറി വരും. ഫുട്ബോൾ ടൂർണമെന്റ്. ചകിരി കിടക്കുന്നുണ്ടോ? നല്ല വെളിച്ചെണ്ണേൻ്റെ സ്മെല്ല് വരുന്നത്. അവിടെ ഉണ്ടായിരുന്നു മറ്റേ ഇത് മന്തിയൊക്കെ. മന്തി എന്താ കഴിക്കണ്ടേ? അല്ല ഇനിപ്പോട്ടെ. ഇപ്പോൾ പാർക്കിംഗ് ഇല്ലല്ലോ അവിടെ, അതുകൊണ്ട് പോവാ. ഇത് അവിടെ നിന്ന് സ്കൂളിലെ പിള്ളേരെ കൊണ്ടുപോകുന്നത്. MAHSS കൊടിഞ്ഞി. താനൂരായി. ചെറിയ കിലോമീറ്റർ ഉള്ളൂ താനൂരിലേക്ക്. കൊടിഞ്ഞി കൊറ്റത്തങ്ങാടി. വീഡിയോ ഇവിടെ കട്ട് ചെയ്തിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ ഇവിടെ തൊട്ട് അങ്ങോട്ട് അടുത്ത വീഡിയോയിലിടാം അല്ലേ? ടി വിയിൽ